ഹായ് ഒരുവൺ, ഇന്ന് ഞങ്ങളുള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ്. അനുമോദ് ആൻഡ് ആൻ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് 4600 സ്ക്വയർ ഫീറ്റിലെ നിർമ്മാണം റീസെൻ്റ്ലി പൂർത്തീകരിച്ചൊരു പ്രോജക്റ്റാണിത്. ഈ പ്ലോട്ടിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ജാതിത്തോട്ടമായിരുന്നു. 2-3 തിട്ടുകളായിട്ടായിരുന്നു ഈ പ്ലോട്ടിൻ്റെ ഘടന ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ തന്നെ വേണം വീട് നിർമ്മിക്കേണ്ടത് എന്നുള്ള ചിന്തിച്ചപ്പോൾ നമുക്ക് സെറ്റ് ബാക്ക് അധികം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും നല്ല രീതിയിലൊരു വലിപ്പത്തിൽ വീട് ചെയ്യുമ്പോൾ ബന്ധമായിട്ട് സെറ്റ് ബാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിനെ ബാക്കിൽ വരുന്ന തിട്ടായി എടുക്കുന്ന പ്ലോട്ടിൽ ഇവിടെ നമ്മൾ സെല്ലാർ ഫ്ലോർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തത്. അങ്ങനെ വീടിന് ആവശ്യമായ ഒരു സെറ്റ് ബാക്ക് നമ്മൾ അങ്ങനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ശരിക്കും പല പ്രൊജക്റ്റുകളിലും പല ചലഞ്ചസാണ് ഉണ്ടാവുക. ചിലപ്പോൾ പ്ലോട്ടിൻ്റെ ഘടനയായിരിക്കാം, അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ സ്ട്രെങ്ത് ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിനെ നമ്മൾ അതേ രീതിയിൽ സൊല്യൂഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വീടിൻ്റെ എലിവേഷൻ നമ്മളൊരു കൊളോണിയൽ മിക്സ് സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡിറ്റാച്ച്ഡായിട്ടാണ് നമ്മൾ കാർ പോർച്ചിനെ ചെയ്തത്. വളരെ വിശാലമായിട്ടൊരു കാർ പോർച്ചാണ് ഇതുള്ളത്. നമ്മൾ ആ സെറ്റ് ബാക്കിൻ്റെ കാര്യം ആദ്യം പറഞ്ഞപ്പോൾ സെറ്റ് ബാക്ക് നമുക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ കാർ പോർച്ചും അതോടൊപ്പം നല്ലൊരു മുറ്റവും കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങിനുള്ള ഏരിയ ഒക്കെ നമുക്കിവിടെ കിട്ടിയെന്നുള്ളതാണ്. എല്ലാ പ്രൊജക്റ്റിലും പൊതുവേ നമ്മൾ വലിപ്പമുള്ള ഗേറ്റും ഹൈറ്റുള്ള ഗേറ്റും വലിയ മതിലുകളൊക്കെയാണ് ചെയ്യാറ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ വളരെ ഹൈറ്റ് കുറഞ്ഞിട്ട് സിമ്പിളായിട്ടുള്ള ഗേറ്റും മതിലേക്കാണ് ചെയ്തത്. കാരണം ഇവരുടെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എൻട്രി ആയിട്ടാണ്, അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ വലിയ മതിൽക്കെട്ടുകളുടെ പ്രൈവസിയോ സെക്യൂരിറ്റിയോ ഒന്നും ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വളരെ സിമ്പിളായിട്ടത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തത്. ഈ വീട്ടിലെ ചെറിയ സ്പേസുകളെല്ലാം തന്നെ നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിന് പ്രാധാന്യം ഭയങ്കരമായി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വണ്ടി ശരിക്കും കാർ പോർച്ചിലേക്ക് വന്ന് കയറി പോകുന്ന സ്പേസും നമുക്ക് ഗസ്റ്റ് വന്നാൽ പാർക്ക് ചെയ്യാനുള്ള ഒരു മുറ്റവും എല്ലാം വെച്ചിട്ട് ബാക്കി വരുന്ന സ്പേസുകളൊക്കെ തന്നെ നമുക്ക് ഗ്രീനറിക്ക് പ്രാധാന്യം കൊടുത്ത് ലാൻഡ്സ്കേപ്പിംഗ് പ്രാധാന്യം കൊടുത്താണ് നമ്മൾ ഈ വീടിൻ്റെ എല്ലാ ഒരു ഈച്ച് ആൻഡ് എവരി പ്ലോട്ട് ഏരിയയും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി വളരെ ശാന്തമായൊരു സ്ഥലത്താണ്, രായമംഗലം എന്ന് പറഞ്ഞ ശാന്തമായൊരു സ്ഥലത്താണ് ഈ വീടുള്ളത്. നമ്മളിത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എല്ലാ ഒരു കോർണറിലും ഗ്രീനറിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ഇവിടെ ഓൾറെഡി ചുറ്റും നമുക്ക് മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. മറ്റേ തോട്ടങ്ങൾ തന്നെയുണ്ട്, ജാതി മരങ്ങൾ തുടങ്ങിയൊക്കെയുണ്ട്. അപ്പോൾ ശാന്തതയുണ്ട്. അതോടൊപ്പം ഈ ഒരു മുറ്റത്ത് പോലും നമ്മൾ കൊണ്ടുവന്ന പുതിയ പ്ലാന്റുകളെല്ലാം നല്ലൊരു ആംബിയൻസാണ്. നമുക്ക് ഇരുന്ന് വൈകിട്ടിരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു ആംബിയൻസാണ്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഇൻറ്റീരിയറിലെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഈ വീടിൻ്റെ ഫോമൽ ലിവിങ് സ്പേസ്. വളരെ മിനിമലായിട്ടാണ് ഇതിൻ്റെ എല്ലാ ഡിസൈൻസും നമ്മൾ ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയറിൻ്റെ ഒരു കളർ തീം ആൻഡ് ഡിസൈൻ പാറ്റേണിനോട് വളരെ യോജിച്ചിട്ട് തന്നെയാണ് നമ്മളിതിൻ്റെ എല്ലാ ഷെയ്ഡ്സും കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവബിൾ ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ്സും. നമ്മളിവിടെ ഒരു ടി വി ഡെക്കറാണ് പ്ലാൻ ചെയ്തത്. അതിപ്പോൾ ഡിസൈൻ എലമെൻറ്റ്സ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് വാളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ടി വി ഇപ്പോൾ പ്ലേസ് ചെയ്യുന്നില്ല, അവർക്കത് ഇപ്പോൾ വേണ്ട, പിന്നീട് അത് ആവശ്യമുണ്ടെങ്കിൽ മതി എന്നുള്ള പ്ലാനിലേക്ക് എത്തിയിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാലും നമുക്കതൊരു വാൾ ഡെക്കർ എലമെൻറ്റ്സ് ആയിട്ട് നമ്മളെ വാൾ പാനലിംഗ് കാണുന്നുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഹാള്. 8 സീറ്റർ ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിളും ചെയർസുമാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളോട് ചേർന്നിട്ട് ഒരു പ്രയർ യൂണിറ്റ് കൂടി നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് വാളിൽ. വളരെ സിമ്പിളായിട്ട് എന്നാൽ ആ ഒരു വാൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. താഴെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇവിടെ കോമൺ വാഷ് ഏരിയയും അതുപോലെ കോമൺ വാഷ്റൂമും ചെയ്തിരിക്കുന്നത്. പ്ലാനിങ്ങിൽ നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു മിനിമം പ്രൈവസിയൊക്കെ ഇവിടെ വാഷ് ഏരിയ കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ തന്നെ ഒരു ബേ വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണത്. അവിടെയാണ് ഞാൻ പിന്നെ ഇരിക്കുന്നത്. സോ ഇവിടെ ഡൈനിങ്ങിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് പേർക്ക് നമുക്ക് ഇവിടെ ഇരിക്കാം, പുസ്തകങ്ങൾ വായിക്കാം, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. പുറത്തേക്കുള്ള വ്യൂ ആണെങ്കിലും ഇവിടെ നന്നായി ഗ്രീനറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ പ്ലാനിങ്ങിൽ തന്നെ ഇത്തരം ചെറിയ ചെറിയ സ്പോട്ടുകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു. ഡൈനിങ്ങിനോട് ചേർന്നാണ് ഇവിടെ മെയിൻ കിച്ചൺ ചെയ്തിരിക്കുന്നത്. മെയിൻ കിച്ചൺ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ചെയ്തത്. കിച്ചണിലേക്ക് വന്നപ്പോഴും അവിടെ ന്യൂട്രൽ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ്, വളരെ മിനിമലായിട്ടുള്ള കളർ ഷെയ്ഡ്സും കാര്യങ്ങളുമാണ്
കബോർഡ്സുകൾ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ കിച്ചൻ്റെ ഫംഗ്ഷനിങ് വേണ്ടിയിട്ട് കബോർഡ്സുകളെല്ലാം കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോഫ്റ്റ് കബോർഡ്സിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് കിച്ചൺ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കിച്ചണിൽ സ്റ്റോറേജിന് പ്രാധാന്യം കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ 5 ബെഡ്റൂമുകളാണുള്ളത്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണിത്. ഞാൻ ആദ്യം നമ്മൾ ലിവിങ്ങും ഡൈനിങ്ങും എക്സ്റ്റീരിയറും ഒക്കെ ഒരു കളർ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത പോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ ന്യൂട്രൽ കളർ ഷെയ്ഡ്സൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാളിൽ ടെക്സ്ചർ എലമെൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പെയിൻറ്റിൽ തന്നെ കളർ ഷെയ്ഡ്സ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഹെഡ് ബോർഡിലേക്കാണെങ്കിലും എല്ലാം നമ്മളൊരു ആ ഒരു കളർ ടൂണിന് ഭയങ്കര ഇമ്പോർട്ടൻസ് നമുക്ക് തീമിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ വാർഡ്രോബ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നോർമലി ലാമിനേഷൻ ചെയ്തതിൽ നിന്ന് ഷട്ടേഴ്സിന് ലാമിനേഷൻ ചെയ്തതിൽ നിന്ന് MDFന് PU പെയിൻറ്റ് ചെയ്യുകയുണ്ടായത്. MDFിൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ നമ്മൾ കണ്ടുവരുന്ന വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിസൈനിലേക്ക് പോയത്. PU ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന PU ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ വലിയൊരു ബാത്റൂമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യൽ പ്ലാനിങ്ങിൽ തന്നെ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ഉള്ളതായിരുന്നു വലിയ ബാത്റൂം സ്പേസ് വേണമെന്നുള്ളത്, അതോടൊപ്പം ഒരു ബാത്റൂമൊക്കെ വേണമെന്നുള്ളത്. ശരിക്കും ഞാനൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോൾ നല്ലൊരു സമയം ബാത്ത് ടബിലൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. അപ്പം ഇവിടെയും ശരിക്കും ബാത്ത് ടബിൻ്റെയൊക്കെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ വീട് ഒരുക്കേണ്ടത് എന്നുള്ളതാണ്. ചിലവർക്ക് ചില കാര്യങ്ങളോട് താല്പര്യങ്ങൾ കൂടുതലുണ്ടാകാം. ചിലപ്പോൾ ചില ആളുകൾ ഗ്രീനറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പാറ്റിയോ ഒക്കെ ഒരുപാട് നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് വീട് ഡിസൈൻ ചെയ്യേണ്ടത്. അവരാണ് അവിടെ ജീവിക്കേണ്ടത്. ഒരിക്കലും ഒരു ഡിസൈനറിൻ്റെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒക്കെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടല്ല പ്ലാനിങ് എപ്പോഴും പൂർത്തീകരിക്കേണ്ടത്. എപ്പോഴും ആ വീട്ടിൽ താമസിക്കുന്നവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ കാഴ്ചപ്പാടുകൾക്കും അവരുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം പ്ലാനിങ് ഡിസൈനിങ്ങും എക്സിക്യൂഷനൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ബാത്റൂം ശരിക്കും വളരെ വിശാലമായിട്ടാണ് നമ്മൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലാണ്. ഒരു ഫാമിലി ലിവിങ് സ്പേസിലാണ് ആക്ച്വലി ഇതൊരു നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 8 പേർക്കോളം നമുക്കിവിടെ ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഒരു TV യൂണിറ്റും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഒരു ഹോം തിയേറ്റർ റൂം നമ്മളിവിടെ കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ഒരു മൾട്ടിപർപ്പസ് ആയിട്ട് ഈ ഒരു ഫാമിലി സ്പേസ് നമുക്ക് ഉപയോഗിക്കാം. വളരെ വളരെ കാമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമ്മളിതിനെ കൊടുത്തിരിക്കുന്നത്. കാരണം ബിക്കോസ് വീടിൻ്റെ തിരക്കുകളുടെ ഏരിയയിൽ നിന്നൊക്കെ മാറി കുറച്ച് നമുക്ക് വീടിൻ്റെ പുറത്തേക്കുള്ള ബാൽക്കണിയോട് ചേർത്തിട്ടാണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഒരു ചെറിയ രീതിയിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഈ റൂമിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു വലിയൊരു സ്ക്രീൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നീട് അത് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്.